തമിഴ്നാടിനെ ഞെട്ടിച്ച പീഡന പരമ്പര. വിദ്യാർത്ഥിനികൾ മുതൽ ഡോക്ടർമാർ വരെ ഇരകൾ. നിരവധി കുടുംബങ്ങളുടെ കണ്ണുനീരിന് കാരണക്കാരായ നരാധമന്മാർക്ക് മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ. 9 വർഷത്തിനു ശേഷം പൊള്ളാച്ചി പീഡനക്കേസിലെ അതിജീവിതകൾക്ക് നീതി ലഭിക്കുകയാണ്. രണ്ടായിരത്തി 16-18 കാലയളവിലാണ് പൊള്ളാച്ചി കേന്ദ്രീകരിച്ചുള്ള സംഘത്തിന്റെ വലയിൽ വിദ്യാർത്ഥിനികൾ മുതൽ വീട്ടമ്മമാർ വരെ കുരുങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിലെ ഫേക്ക് അക്കൗണ്ടുകൾ വഴിയാണ് സംഘം വലവിരിച്ചത്. അതിജീവിതകളുമായി അടുപ്പം സ്ഥാപിച്ച ശേഷം പലരെയും ശാരീരിക പീഡനത്തിന് വിധേയരാക്കി. ചില കേസുകളിൽ കൂട്ടബലാത്സംഗവും നടന്നിട്ടുണ്ട്. ഇതിൻ്റെയെല്ലാം ദൃശ്യങ്ങളും സംഘം പകർത്തി. തുടർന്ന് ബന്ധുക്കളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു സംഘത്തിന്റെ രീതി. അതിജീവിതകളിൽ ഒരാളുടെ സഹോദരൻ നൽകിയ പരാതിയിലാണ് പീഡന പരമ്പരയുടെ വിവരം പുറത്തറിയുന്നത്. தப்பு செய்ய நினைக்கிற யாரா இருந்தாலுமே இனிமே இந்த மாதிரியான தப்பு நம்ம செய்யக்கூடாது, அப்படி தப்பு செஞ்சோன்னு சொன்னா நமக்கு இந்த மாதிரியான தண்டனை உறுதிங்கிற பயத்தை ஏற்படுத்தக்கூடிய அளவுல சம்பந்தப்பட்ட 9 குற்றவாளிகளுக்கும் சட்டத்தினுடைய அதிகபட்ச உச்சபட்ச தண்டனையான சாகும் வரை ஆயுள் தண்டனை அப்படிங்கறது கொடுக்கணுங்கிறது ஜனநாயக மாசத்தோட கோரிக்கை. തമിഴ്നാട് രാഷ്ട്രീയത്തെ ഒന്നാകെ ഇളക്കിമറിച്ച കേസ് കൂടിയായിരുന്നു പൊള്ളാച്ചിയിലേത്. തുടർന്ന് കേസ് CBCDIക്ക് കൈമാറി. പരാതിക്കാരുടെ ആവശ്യപ്രകാരം അന്വേഷണം പിന്നീട് CBIയിലേക്ക് എത്തി. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പ്രതികൾ 9 പേരും കുടുങ്ങിയത്. പൊള്ളാച്ചി കോയമ്പത്തൂർ സ്വദേശികളായ ശബരി രാജൻ, തിരുനാവുക്കുരശ്, സതീഷ്, വസന്തകുമാർ, മണി, ബാബു, അരുൺകുമാർ, അരുൾനാഥം, ഹരോണിമസ് പോൾ എന്നിവരാണ് പ്രതികൾ. 9 പേരും മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നതിന് പുറമെ 85 ലക്ഷം രൂപ പിഴയും കൊടുക്കണം. ഈ തുക അതിജീവിതകൾക്ക് കൈമാറാനും കോടതി നിർദ്ദേശമുണ്ട്. തമിഴ്നാട്ടിൽ വനിതകൾക്കായി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ നിയമ പോരാട്ടത്തിലായിരുന്നു. വിധി വന്നതിന് പിന്നാലെ വിവിധ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ മധുര വിതരണവും നടത്തി. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.